ശക്തിയുടെ ഒക്കെ ദൂത് കേൾക്കുവാനായിട്ട് കർത്താവിനെ സഹായിച്ചല്ലോ. ഇനി ഒരു ദൂതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് ലേഖനത്തിൽ നമുക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കുവാനായി പോവുകയാണ്. ശാന്തമായ ചില ചിന്തകളാണ് ഇന്ന് രാത്രി അല്പസമയം ഷെയർ ചെയ്യുവാനായി പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നത്. കർത്താവിന്റെ സ്ഥലം നമുക്കിപ്പോൾ നേരം ആരാധിക്കാനായിരുന്നല്ലോ. ശാന്തമായ ചില ദൂതുകളുടെ ശ്രമിച്ചതിന് ശേഷം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പല സംഘടനകളുണ്ട്, പല പഠിപ്പിക്കലുകളുണ്ട് എന്ന് നമുക്കറിയാം. യഹോവസാക്ഷിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയുന്നത് യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ, ഏക സത്യ ദൈവമായ യഹോവ മാത്രമേ ഉള്ളൂ എന്നവർ പഠിപ്പിക്കുന്നു. എന്നാൽ യഹോവയായ ദൈവം മനുഷ്യനായി പിറന്നു അവതരിച്ചു. അതുകൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുക, യേശു നാമത്തിൽ വിശ്വസിക്കുക എന്ന് പഠിപ്പിക്കുന്ന യേശു നാമക്കാരുണ്ട് നമുക്കറിയാം. എന്നാൽ യേശു കർത്താവ് തന്നെ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന പദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചു എന്ന് ഒരു പദം കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് ആ പ്രഖ്യാപനത്തെ അറിയപ്പെടുന്നത്. നമ്മുടെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരോട് താൻ ഉയരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനിൽ അദ്ദേഹം യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് പിതാവായ ദൈവം, പുത്രനായ ദൈവം അവർ ഒന്നാകുന്നു എന്നുള്ള ചിന്തകൾ ദൈവത്തിൽ പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്നെ പറയുന്നു, ഞാൻ പിതാവും ഒന്നാകും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവിനോടുള്ള സമത്വം മൃഗം പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തു എന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായി മനസ്സിലാകും, പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു. ചിലർ വിശ്വസിക്കുന്ന കർത്താവ് പിതാവിനേക്കാൾ കുറഞ്ഞ ഡിഗ്രിയുള്ള ഒരാൾ, അല്ലെങ്കിൽ കുറഞ്ഞ താഴെ വരുന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് തന്നെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. പിതാവിനെ താഴെയുള്ളത്. എന്നാൽ അങ്ങനെയല്ല ഫിലിപ്പിയർ ലേഖനം പഠിപ്പിക്കുന്നത്. പിതാവിനോട് സമത്വമുള്ളവൻ എന്നാണ്, അല്ലെ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവനുമായ കർത്താവ് എന്ന് യേശു കർത്താവിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ആദിമ അനുഭവങ്ങളെ കുറിച്ച് രാമദാസ് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ള പദം ആദ്യമേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം എന്നുള്ള ഒരു പദം സിംഗുലർ അല്ല, പ്ലൂറൽ ഉള്ള ഒരു പദം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നു മനുഷ്യ സൃഷ്ടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന്, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന യോഹന്നാനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 17-ാം വാക്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്നും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യകുലത്തിനും ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവത്തോട് സമത്വമായിരുന്നവൻ, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപം എടുത്തത് കൊണ്ടാണ് ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞത്. അവൻ പിതാവിന്റെ മടിയിൽ ഇരുന്നവനായിരുന്നു, ഏകജാതനായ പുത്രൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറിയയിൽ പോകാൻ കേട്ടതുപോലെ മറിയയിൽ ഉളവാകുന്നതിന് മുമ്പേ അവൻ വചനമായിരുന്നു, വചനം ജഡമായി തീർന്നു, ജനങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വചനം ജഡമായി തീർന്നു. പിതാവായ ദൈവത്തോട് സമത്വത്തിൽ തൃത്വത്തിൽ ഒരുവനായിരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മറിയയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷന്മാർക്കും മഹാപുരോഹിതന്മാർക്കും അവരുടെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവനൊരു ഗുരുവാകുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ, അവനൊരു പ്രവാചകനാകുന്നു അക്സെപ്റ്റ് ചെയ്യുന്നതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല.
പറയുവാൻ. ഇന്നും ഈ കാലഘട്ടത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്നവർ, പ്രവാചകൻ അംഗീകരിക്കുന്നവരുമുണ്ട്. എന്നാൽ അവൻ ദൈവമാകുന്നു എന്ന് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ മടിയിൽ ഇരുന്നവനായിരുന്നു, തന്റെ ഏകജാതനായ പുത്രനായിരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതകളെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് ഗ്രീക്ക് പദങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റും. ഒന്ന് തിയോഫനി എന്നുള്ള പദമാണ്. തിയോഫനി എന്നുള്ള പഴയ പദത്തിന്റെ അർത്ഥം പഴയ നിയമത്തിൽ കർത്താവ് വെളിപ്പെട്ട ദൂതനായി യഹോവയുടെ നാമത്തോടെ യഹോവയുടെ ദൂതൻ എന്ന നിലവാരത്തിൽ വെളിപ്പെട്ട യേശു കർത്താവിന്റെ പ്രത്യക്ഷതകളെ തിയോഫനി എന്നാണ് ഗ്രീക്ക് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്റ്റോഫനി എന്നൊരു പദവും ഗ്രീക്കിലുണ്ട്. ക്രിസ്റ്റോഫനി എന്നുള്ളത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി, അല്ലേ? പന്തിരുവർക്ക് പ്രത്യക്ഷനായി. തോമസ് അവരോട് കൂടെ ഇല്ലാതെ തോമസ് വേണ്ടി വീണ്ടും പ്രത്യക്ഷനായി. 500-ൽ പരം അധികം ആൾക്കാർക്ക് വേണ്ടി അവർ പ്രത്യക്ഷനായിക്കൊണ്ടേയിരുന്നു. മലയിൽ പ്രത്യക്ഷനായി, അല്ലേ? അങ്ങനെ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ് അവരുടെ നടുവിൽ അവൻ ആരോപണം ചെയ്തു. അപ്പോൾ ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് നടത്തിയ പ്രത്യക്ഷതകളെ ക്രിസ്റ്റോഫനി എന്നാണ് അറിയപ്പെടുന്നത്. ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ, പഴയ നിയമത്തിലെ പ്രത്യക്ഷതകൾ മരിച്ച ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള ശിഷ്യന്മാർ കണ്ടതും തൊട്ടതുമായ പ്രത്യക്ഷതകൾ, മാത്രമല്ല മരിച്ചടക്കപ്പെട്ട് ഉയർപ്പിന് ശേഷം ക്രിസ്റ്റോഫനി അവർക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനായി ദൈവരാജ്യം വരെ അവർക്ക് പങ്കിട്ടു നൽകിയ പ്രത്യക്ഷതകൾ. അപ്പോൾ തിയോഫനിയിലും പഴയ നിയമത്തിലും ഉലകസ്ഥാപനത്തിന് മുമ്പേ അവർ ഉണ്ടായിരുന്നല്ലേ? ഈ ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ നിത്യനായ ദൈവമാണ്, ന്യായാധിപതിയായ ദൈവമാണ്, ഇന്നലെയും ഇന്നും നാളെയും അനന്യനായിരിക്കുന്ന ദൈവമാണ്. തൃത്വത്തിൽ അവൻ ഒരുവൻ ആയിരുന്നു എന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് പഴയ നിയമ ക്രിസ്തുവിന്റെ പഴയ നിയമ പ്രത്യക്ഷതകളെ കുറിച്ച് പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, മോശയ്ക്ക് വെളിപ്പെട്ടത് യേശു കർത്താവായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ യോശുവയ്ക്ക് വെളിപ്പെട്ടത് കർത്താവായിരുന്നു എന്ന്, മനോഹയ്ക്ക് വെളിപ്പെട്ടത് അബ്രഹാമിന്റെ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന 3 പുരുഷന്മാരിൽ ഒരുവൻ ക്രിസ്തുവായിരുന്നുവെന്ന്, തിയോഫനിയായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഒരു ഭാഗത്ത് മാത്രം ഒന്ന് സ്പർശിച്ച് ആരാധിക്കുവാൻ പോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൽ ഒരു ദമ്പതികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് പതിയെ അകന്നു പോയപ്പോൾ ഇസ്രായേലിനെ ഫെലിസ്ത്യർക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവരെ ഒന്ന് മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ശിംശോനെ ജന്മം നൽകുവാൻ വേണ്ടി, ശിംശോനെ ഫെലിസ്ത്യർക്കെതിരെ ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം ഒരു കുടുംബത്തെ തെരഞ്ഞെടുക്കുന്നവർ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ വളർന്ന ശേഷം ഫെലിസ്ത്യ സൈന്യത്തിനെതിരെ, ഫെലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനായി പരിശുദ്ധാത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ പർപ്പസ് തന്നെ ഇസ്രായേൽ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ള പർപ്പസോടുകൂടെ ദൈവം അവനെ ഗർഭത്തിൽ ഉരുവാക്കുകയാണ്. എന്നാൽ അവന്റെ അമ്മ ആയിരിക്കുന്ന മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നുള്ള ആദ്യ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. മനോഹയുടെ ഭാര്യയുടെ അടുത്തേക്ക് ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ ആലോചന അവളോട് സംസാരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13:9 കാണുന്നുണ്ട്. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ആദ്യം അവൾക്ക് ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ട ഒരു ആലോചന പറഞ്ഞിരുന്നു. അത് അവളുടെ ഭർത്താവുമായി ഷെയർ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ആ ദൈവപുരുഷൻ ഇറങ്ങി വരും. അവിടെ ദൈവപുരുഷൻ എന്നുള്ള പദം കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ദൈവപുരുഷൻ ഇറങ്ങി വരും, വീണ്ടും ആലോചന സംസാരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരുന്നു അവൾ. മനോഹയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ആ പദം എഴുതിയിരിക്കുന്നു, ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ദൂതൻ. ദൈവദൂതൻ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ എഴുതിയിരിക്കുന്നു, ദൈവപുരുഷൻ എഴുതിയിരിക്കുന്നു. അവനോട് എന്റെ പേർ ചോദിക്കുന്നത് എന്ത്, അത് അതിശയമുള്ളതെന്ന് യഹോവയുടെ ദൂതൻ പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, എത്ര പദങ്ങൾ അവിടെ വന്നു നോക്കിയേ. ദൈവപുരുഷൻ എന്ന മനോഹ പറയുന്ന പദമുണ്ട്, ദൈവദൂതൻ എന്നൊരു പദം വന്നു, യഹോവയുടെ ദൂതൻ എന്നൊരു പദം വന്നു. 22-ാമത്തെ വാക്യത്തിൽ
രാജ്യങ്ങളിലാക്കിയിട്ടുണ്ട്. അവർ പോകുന്നതിന് പകരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ പറയേണ്ട കാര്യങ്ങൾ അംബാസഡേഴ്സ് ആണ് അവർക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ ദൈവം ഒരു ദൂതനെ അയക്കുമെങ്കിൽ ദൈവം ആ ദൂതനെ അയച്ച് ദൂതൻ സംസാരിക്കുന്ന സമയത്ത് ദൂതനോട് ദൂതൻ ഒരിക്കലും രാജാവാണെന്ന് പറയത്തില്ല, അല്ലെ? ഒരു രാജാവാണ് ഒരു മനുഷ്യനെ അയക്കുന്നെങ്കിൽ, ഒരു ദൂതനെ അയക്കുന്നെങ്കിൽ, നീ രാജാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്ന് പറയും, ഞാൻ രാജാവല്ല, രാജാവാണ് എന്നെ അയച്ചതെന്ന് പറയും. എന്നാൽ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവർ ദൂതൻ സംസാരിക്കുന്നെങ്കിലും ആ ഭാഗങ്ങളിലൊക്കെ ദൈവം സംസാരിക്കുന്നു എന്ന രീതിയിലാണ് ആ ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു ദൂതൻ ഒരിക്കലും താൻ ദൈവം ആണെന്ന് പറയുവാൻ ഒരിക്കലും മുതിരുകയില്ല. ദൈവമാണെന്ന് ഒരുവൻ പറയുവാൻ മുതിരുന്നുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ മനോഹയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ, യഹോവയുടെ നാമമുള്ളവൻ കർത്താവിന്റെ യേശു കർത്താവാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലും നമുക്ക് അതേ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. ഒരു വാക്യം മാത്രം വായിച്ച് ആരാധിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യഹോവ അരുളി ചെയ്തത് എന്ന് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം തന്നെ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയുടെ ദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? ദൂതൻ വെളിപ്പെട്ട് മുൾപ്പടപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യഹോവയുടെ ദൂതൻ എന്നാണ്. എന്നാൽ 6-ാമത്തെ വാക്യം എന്ന് നോക്കി, 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു. ഒരു ദൂതൻ ഒരിക്കലും ഞാൻ ദൈവമാകുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒരു ദൂതൻ ദൈവമാകുന്നു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് യേശു കർത്താവിനെ മാത്രമാണ്. അവനാണ് യഹോവയുടെ ദൂതനായും അവനാണ് ദൈവമായും പഴയ നിയമത്തിൽ വെളിപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. Praise the Lord. അത് ആ ഭാഗങ്ങൾ പിന്നീട് ചിന്തിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭാര്യയോട് സംസാരിക്കാതെ, ഭർത്താവിനോട് സംസാരിക്കാതെ, മക്കളോട് സംസാരിക്കാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ കൊണ്ടു നടക്കുന്ന പേഴ്സണലായിട്ടുള്ള സങ്കടങ്ങളില്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയാണ്, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. Praise God. നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. എന്നാൽ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, കഷ്ടത കാണുന്ന ദൈവം, അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. 8-ാമത്തെ വാക്യം കൂടെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ കഷ്ടത കാണുന്ന ദൈവം മാത്രമല്ല, അവൻ സങ്കടങ്ങൾ കാണുന്ന ദൈവം മാത്രമല്ല. സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു പുറപ്പാടിന് അനുവദിക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കർത്താവേ, വരിക, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഫറവോൻ എത്ര ശക്തിയുള്ളവനാണെങ്കിലും, എത്ര ആഭിചാരം ചെയ്യുന്നവനാണെങ്കിലും, എത്ര ആഭിചാരകന്മാർ അവരുണ്ടെങ്കിലും, എത്ര അവൻ തടുക്കുവാൻ ശ്രമിച്ചാലും, ജനത്തിന്റെ നിലവിളി കണ്ടവൻ, കഷ്ടത കണ്ടവൻ, സങ്കടങ്ങൾ അറിയുന്നവൻ ഒരു പുറപ്പാട് ഒരുക്കിയിരിക്കും. Praise the Lord. എത്ര ശക്തിയുള്ള ഫറവോനായാലും മിസ്രയീമിൽ നിന്ന് തന്നെ മക്കളെ പുറപ്പെടുവിക്കേണ്ടതിന് ഫറവോന്റെ അടുത്തേക്ക് മോശയെ ഞാൻ നിന്നെ അയക്കും. Praise the Lord. എന്റെ രാത്രി വിശ്വാസമുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ
എന്ന് യേശു